ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ്. നമുക്ക് മിഡി ടോപ്പാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഭയങ്കരമായിട്ട് ഷേപ്പൊക്കെ കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സൈഡിലൊന്നും എന്താ പറയുക അഴിച്ചിടാനായിട്ട് സംഭവങ്ങളില്ല. അപ്പോൾ നമുക്കിത് വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൊള്ളില്ല. അപ്പോൾ നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കൂടിയ ഡ്രസ്സുകൾ നമുക്ക് പാകമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് സൈഡില്ലാത്ത ഡ്രസ്സുകൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവിടെ ഈ സൈഡ് ഭാഗം അടിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ സൈഡ് അടിച്ചു വെച്ചതാണ്. വേണം വരെ അടിച്ചെടുക്കും കണ്ടോ, തീരെ സൈഡില്ല അപ്പോൾ ഇതിനകത്ത്. പിന്നെ ഇത് നല്ല ഷേപ്പിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. അങ്ങനത്തെ ബ്ലൗസുകളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്ന രീതി പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പാകമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നല്ല ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇനിയും ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യാൻ പറ്റാവുന്ന ഐഡിയ ആണ് നമ്മൾ ഇന്നത്തെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ് ഇടാനായിട്ട്. ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടില്ല, പക്ഷേ വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം വരയ്ക്കുള്ളൂ. നമുക്ക് കറക്റ്റ് നമ്മൾ ദേഹത്ത് ഇടുമ്പോൾ എവിടം വരെയാണ് കറക്റ്റ് ടൈറ്റ് നിൽക്കുന്നത്. ആ ടൈറ്റിൻ്റെ ആ ഒരു ഷേപ്പ് ഭാഗം നോക്കാം. കറക്റ്റ് ടൈറ്റ് നിൽക്കണം. സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഇവിടുന്ന് നോക്കാം. നല്ല വയറിൻ്റെ ഭാഗത്ത് കറക്റ്റ് ടൈറ്റ് ഇടുപ്പിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലെയർ പോലെ വയർ നിൽക്കുന്ന ആ ഭാഗം വരുന്ന ഭാഗത്ത് ഒന്ന് അടയാളം വെച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തായി വെച്ചിട്ടായിരുന്നു അടയാളം വന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര വീർത്തിട്ടിട്ട് ഒരു ലെയർ പോലെ വയർ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മൾ അഴിക്കാം. ആ ഭാഗം വരെ നമ്മൾ അടയാളം വെച്ചിട്ട് അഴിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ അഴിച്ചിട്ട് വെച്ച ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ച്ച് വരാം. ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ദൂരം, ഇപ്പോൾ നമ്മൾ ഇവിടം വരെയാണ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചും കൂടി ദൂരം നമുക്ക് ഇത് അഴിച്ചെടുക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചസും കൂടി അഴിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ വയ്ക്കുക, ഇതിങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ച ശേഷം ഇവിടെ നിന്ന് തിരിച്ചും അതുപോലെ തന്നെ തയ്ക്കാം. തയ്ച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്കത് വീണ്ടും ഇടാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വീണ്ടും ഇടാൻ പറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ തീരെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സെൻറ്റർ ചെയ്ത് ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പീസ് ബാലൻസ് വരുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പൈപ്പിംഗ് വെച്ചിട്ട് മറച്ചടിക്കുന്ന പോലെ ചുറ്റുവട്ടം മറച്ചടിക്കാം. നമുക്ക് ഇവിടെയാണ് നമ്മുടെ അളവ് വന്നിരിക്കുന്നത്. ഈ അളവ് വന്നതിൻ്റെക്കാട്ടിലും കുറച്ചും കൂടിയും ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചോളം നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ഓവർലോക്ക് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ അളവ് വരുന്നത്. ഇവിടേക്ക് 1 ഇഞ്ചോളം കൂടി നമ്മൾ മുകളിലേക്ക് എന്ത് ചെയ്യണം, തയ്ച്ചത് നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടത്തിയിട്ട്, അതായത് ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു 1/2 ഇഞ്ചസിലേക്ക് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചതിലേക്ക് ജോയിൻ ചെയ്യണം. നമ്മൾ സൈഡിൽ നിന്ന് 1/4 ഇഞ്ച് ലെഫ്റ്റിലോട്ട് നീക്കി കറക്റ്റ് സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ടുണ്ട്. ഇനി അവിടെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കെട്ടിട്ട ശേഷം നമ്മുടെ സൈഡിലോട്ട് തയ്ച്ചെടുക്കാം. നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം, ആ കറക്റ്റ് നമ്മൾ ഒരു ഹൊറിസോണ്ടലായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ആ വരയുടെ അവിടെ നിന്ന് അങ്ങോട്ട് 1 ഇഞ്ച് കൂടി എക്സ്ട്രാ താഴത്തോട്ടും കൂടി നമ്മളത് എന്ത് ചെയ്തിരിക്കണം, ഓവർലോക്ക് അഴിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഈ സൈഡ് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് 1 ഇഞ്ചിൻ്റെ ലെവലിലേക്ക് നമ്മൾ തയ്ച്ചെടുത്ത് നിർത്തി. അവിടെ നിർത്തിയിടുമ്പോൾ കെട്ടിട്ട് തയ്ക്കണം. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കെട്ടിട്ട് നിർത്തി തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കെട്ടിട്ട് നിർത്തിയതിനേക്കാളും മുകളിലായിട്ട് 1 ഇഞ്ചോളം നമ്മൾ ഓവർലോക്ക് അഴിച്ചു വിടണം. എന്നിട്ട് എത്രത്തോളം നമുക്ക് ചെറുതാക്കി ഇതുപോലെ ഒന്ന് പിടിക്കാൻ പറ്റുന്നോ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കെട്ടിട്ട ശേഷം തയ്ച്ച് വരിക. നമുക്കിതിങ്ങനെ ഇഴവലിഞ്ഞ് നിൽക്കുന്ന പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ കേട്ടോ. അത് അങ്ങനത്തെ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ വിട്ട് വരുന്ന ഒരു രീതിയായി മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ തന്നെ സൈഡ് അഴിക്കുമ്പോൾ ഓവർലോക്കിൻ്റെ ആ നൂലൊക്കെ അഴിച്ച് കളനോടുകൂടി തന്നെ ഈ ഒരു സൈഡ് ഭാഗം മൊത്തം ഒരു ഈക്വലായിട്ട് ഇങ്ങനെ നൂലിങ്ങനെ വിട്ട് വരുന്ന ഭാഗം മൊത്തം ഒന്ന് വെട്ടി കളഞ്ഞിരിക്കണം. എന്ന ശേഷം നമ്മൾ ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിടണം. തുണീനെ ഇടത്തെ ഭാഗത്ത് തുണി അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ടേബിളിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇടണം. ഇതുപോലെ എന്നിട്ട് വീണ്ടും എഗെയിൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു 1 എന്ന രീതിയിൽ താഴത്തോട്ട് നമ്മൾ തയ്ക്കണം. 1-2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും ചെയ്യണം. കാരണം അതൊരു
ഒരു ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ സ്ലിറ്റ് തയ്ക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ കാണിയിലായിരിക്കണം നമ്മൾ ഇത് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് ഈ ഒരു ഇത്രയും ഒരു 1/4 ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മടക്കിയെടുക്കുന്ന ഒരു ഭാഗം ആ ഒരു പോയിന്റിൽ നിന്ന് വെച്ചിട്ട് അപ്പുറത്തെ ലെയറിലേക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബാക്ക് ഭാഗത്ത് നിന്ന് ഫ്രണ്ട് ഭാഗത്തേക്ക്, ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു ബാക്ക് ഭാഗത്തേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, സ്റ്റിച്ച് റെഗുലേഷൻ കൂടുതലാണെങ്കിൽ അവിടെ ഗ്യാപ്പ് വരാനും പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുപോകാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് 2 പ്രാവശ്യം നമ്മൾ തയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത്. ഒപ്പം തന്നെ വളരെ ചെറിയ കാണിയിലാണ് നമ്മൾ ഇട്ട് തയ്ച്ചിരിക്കുന്നത് കേട്ടോ. എന്ന ശേഷം നമ്മൾ തിരിച്ചിട്ടു. എന്നിട്ട് നമ്മളിത് വീണ്ടും തയ്ച്ചെടുക്കാം. താഴ്ഭാഗം വരെ തയ്ക്കുക. നമ്മൾ താഴ്ഭാഗത്തെ അടിഭാഗം നമ്മൾ മടക്കിയടിച്ച ഭാഗത്തെ കുറച്ച് ഭാഗം വിട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് നമ്മൾ അഴിച്ചെടുത്തതാണ് കേട്ടോ. ഇതെങ്ങനെ തയ്ച്ച ശേഷം നമ്മൾ താഴ്ഭാഗം അടിഭാഗം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എത്രത്തോളം നമുക്ക് അവിടെ നിന്ന് അഴിച്ചപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടോ ആ ഭാഗം നമ്മൾ ഒന്നുകൂടി തയ്ച്ചെടുത്താൽ മതിയാവും. കാണിച്ചു തരാം. ഇതാണോ നമ്മൾ തയ്ച്ച് വന്നത്. ഇത്ര ചെറിയ രീതിയിലാണ് കേട്ടോ നമ്മൾ തയ്ച്ചത്. നമ്മളൊരു 3/4 ഇഞ്ചിൻ്റെ കഷ്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കതിനകത്ത് സൈഡ് ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലാണ് നമ്മളിത് തയ്ച്ചെടുത്തത്. പരമാവധി നമ്മൾ ആ തുമ്പത്ത് കൂടി തന്നെ ഈ ആ എഡ്ജസ്റ്റൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു എന്ന് മാത്രമേ തന്നെ ഉള്ളൂ. ഇതുപോലെ തീരെ ഒട്ടും ഇല്ലാത്ത രീതിയിലാണ്, ഓവർലോക്ക് മാത്രമാണ് സൈഡിൽ വരുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള ആളുകളുടെ ആണെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗം നല്ലോണം ഷേപ്പ് കർവ് ചെയ്തിട്ടാണ് ഷേപ്പ് വന്നേക്കുന്നത്. ഒരു 2.5 ഇഞ്ചിന് മുകളിൽ താഴ്ഭാഗം കർവ് ചെയ്തിട്ടാണ്. സൈഡിലേക്കിലെ 2.5 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് ശരിക്കും അത് ഷേപ്പ് എടുത്തിരിക്കുക, റൗണ്ട് ഷേപ്പ് എടുത്തിരിക്കുക. അപ്പോൾ അത്രത്തോളം നമുക്ക് ഷേപ്പ് വരുമ്പോൾ തന്നെ ആ ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്ക്വയർ പോലെ വരുന്ന രീതിയിലാക്കിയിട്ട് വെട്ടിയെടുത്തിട്ട് ആ ഭാഗം നമ്മൾക്ക് നൈറ്റിയുടെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ സിബ് അല്ലാതെ വെക്കുമ്പോൾ ഹുക്കും പട്ടയും വെക്കില്ല. അപ്പോൾ ആ രീതിക്ക് വെക്കുന്ന രീതിയിലും നമുക്ക് എടുത്ത് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അത് തയ്ച്ച് മറയ്ക്കുന്ന രീതിയിലുണ്ടല്ലോ. അപ്പോൾ ആ രീതിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി തീരെ ഓവർലോക്ക് മാത്രമാണുള്ളെങ്കിൽ, ഇതിൻ്റെ അത്രയ്ക്ക് പോലും വരുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു പെർഫെക്ഷൻ തന്നെ കിട്ടുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. താഴ്ഭാഗം നമുക്ക് പറഞ്ഞത് സ്ക്വയർ പോലെ നമുക്കിതിനകത്ത് ഈ ഒരു ബ്ലൗസിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സൈഡ് ഭാഗത്തേക്ക് 2.5 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് ഈ ബ്ലൗസിന് കുറച്ച് കൂടുതൽ ഷേപ്പ് കിട്ടുന്ന രീതിയിലാണ് താഴ്ഭാഗം റൗണ്ട് എന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഷേപ്പ് വരുന്ന ഭാഗത്തിൽ നമ്മൾ നമ്മുടെ താഴ്ഭാഗത്തെ സ്ലിറ്റിൻ്റെ താഴത്തിൻ്റെ കറക്റ്റ് ആ ഈക്വൽ ഹൈറ്റിൽ തന്നെ, ഒരേ ഹൈറ്റിൽ തന്നെ വെച്ച് നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ പട്ടുപാവാടായിട്ട് ബ്ലൗസൊക്കെ വരുന്നില്ല. അപ്പോൾ അതുപോലെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാലൻസിൽ നിന്ന് എന്താ പറയുക, ഏപ്പ് വെച്ച് ജോയിൻ ചെയ്ത ശേഷം അതിന് നീളം കൂട്ടിയെടുത്ത ശേഷം ഒരു 2 ഇഞ്ച് വീതിയിലോ 1.5 ഇഞ്ച് വീതിയിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതാണ്. എടുക്കുന്ന വീതിക്ക് അനുസരിച്ച് നമുക്ക് സൈഡ് ഭാഗം സ്ലിറ്റ് നമുക്ക് മടക്കി തയ്ക്കാവുന്നതാണ്. അതായത് നല്ല വശത്ത് വെച്ച് തയ്ച്ച് ഉള്ളിലേക്ക് മറിക്കുന്ന രീതിയോ അല്ലെങ്കിൽ പൊട്ട വശത്ത് നിന്ന് വെച്ച് തയ്ക്കുന്ന രീതിയിലോ ചെയ്യാം. നമ്മൾ ഷർട്ടിൻ്റെ നമ്മുടെ ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ കഫിൻ്റെ ഭാഗത്ത് തയ്ക്കുന്ന രീതിയും ഈ നൈറ്റിയുടെ ഫ്രണ്ടിൽ ഹുക്കും ഹോളും വയ്ക്കുന്ന രീതിയും ഒരേ ലെവലാണ്. ആ രീതി ഈ സ്ലിറ്റിൻ്റെ ഭാഗത്തും ചെയ്യാവുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.